ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വേവിച്ചെടുത്ത കുട്ടി കുട്ടി ബണ്ണുകളാട്ടോ, അതും വൈറ്റ് കളറിലെ ബണ്ണ്. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ഇളം ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂട് പാൽ, ഒരുപാട് ചൂടുള്ള പാലെടുക്കരുത് കേട്ടോ. ഒരു അര ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബണ്ണിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ടു കേട്ടോ. ഇത് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി നമുക്ക് അതൊന്ന് നല്ലവണ്ണം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് മൂടി മാറ്റി വെക്കാവേ. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളമായി. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 240 ml കപ്പായിരുന്നു. അതിന് 2 കപ്പ് മൈദയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട, ചെറിയ തോതിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ടർ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരുന്ന പാലില്ലേ, അത് ഏകദേശം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. അത് ചേർത്തുകൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുന്നേ തന്നെ ഈ ബട്ടറും ഈ മാവും എല്ലാം കൂടി നമുക്ക് കൈ കൊണ്ടൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലവണ്ണം ആ പാല് ഈസ്റ്റും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചപ്പാത്തി പരുവത്തെ കഴിഞ്ഞ് കുറച്ചുകൂടെ ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം കൈ കൊണ്ട് ഇടിച്ചിടിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മണിക്കൂറോളം നമ്മൾ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അത് അതിൻ്റെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഓയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് മൂടി വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലവണ്ണം നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കയ്യിലൊന്ന് ജസ്റ്റ് എടുത്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഓരോ ബണ്ണിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 5 ബണ്ണിനുള്ള മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ബാക്കിലേക്ക് ആക്കി നമുക്കൊന്ന് നല്ലവണ്ണം ഇതുപോലെ പിടിച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വിണ്ട് കീറുവോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാൻ 5 എണ്ണത്തിനുള്ളത് മുറിച്ചെടുത്തെങ്കിലും 1-2 ചെറുതായിരുന്നു. അതുകൊണ്ട് ഞാനതെല്ലാം കൂടെ കട്ട് ചെയ്ത് 4 എണ്ണമാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ, ഇത് കണ്ടോ, നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ മാവൊന്ന് ജസ്റ്റ് കയ്യിലെടുത്തൊന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ബാക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്തൊന്ന് എടുത്താൽ മതി കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ബണ്ണിൻ്റെ മുകൾ വശം ഉണ്ടല്ലോ, നല്ല നീറ്റായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്.
അങ്ങനെ കറുത്ത എള്ള എല്ലാം ഇട്ട് കൊടുത്തു. ഈ ഒരു സമയത്ത് ഞാൻ അപ്പച്ചെമ്പിൽ വെള്ളം അടുപ്പിൽ വെച്ച്, ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബണ്ണുകൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വിണ്ട് കീറും ഇത് വലുതായി വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മുകളിലത്തെ തട്ടില വെച്ചതെങ്കിലും ആ അടപ്പ് തട്ടി പൊങ്ങി വരുമ്പോഴത്തേനും ഇത് സ്പേസ് കിട്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് അടിയിലത്തെ തട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞ് 20-25 മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ ബണ്ണ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ബണ്ണുണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ആവിയിൽ വേവിച്ചല്ല, കറക്റ്റ് നമ്മൾ ബണ്ണുണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയറിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇത് ആവിയിൽ വേവിച്ചെടുത്താണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. 2 ബണ്ണും നല്ല അടിപൊളിയായിരുന്നേ. അതുപോലെ തന്നെ ക്രീം ബണ്ണിൻ്റെ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ക്രീമും അതുപോലെ ഈ ബണ്ണിനുള്ളിൽ വെച്ച് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ബണ്ണ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടത് തന്നെയാണ്. ഉണ്ടാക്കി നോക്കുന്നവർ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.